ഫുട്ബോൾ പ്രേമികളായ ആളുകൾ, ഈ അതിൻ്റെ ഫാൻസ് ആയ ആളുകളൊക്കെ നാട്ടുമ്പുറങ്ങളിൽ കട്ടൗട്ടുകൾ, പ്രതിമകൾ അത് സ്ഥാപിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ അവരവരുടെ ഇഷ്ടപ്പെട്ട ഫുട്ബോൾ താരങ്ങളുടെ ഫോട്ടോകൾ, പ്രതിമകൾ, കട്ടൗട്ടുകളാണ് പലരും സ്ഥാപിക്കുന്നത്. ഫുട്ബോൾ കളിക്കുന്നത് ഒരുപക്ഷെ അത് തെറ്റാണെന്ന് പറയാൻ ഒരിക്കലും പറ്റുകയില്ല. ഹറാമാണെന്നോ കറാഹത്താണെന്നോ പറയാൻ പറ്റുകയില്ല. ഔറത്ത് മറച്ചുകൊണ്ട് ഇസ്ലാം അനുവദിച്ച രൂപങ്ങളിൽ ഫുട്ബോൾ, ക്രിക്കറ്റ് പോലെയുള്ള ബാസ്ക്കറ്റ്ബോൾ പോലെയുള്ള കളികളൊക്കെ കളിക്കാം. അത് ഇസ്ലാം അനുവദിക്കുന്നുണ്ട്. ചിലപ്പോൾ അത് കൂലി, സവാബ്, ഒരുപക്ഷെ പ്രതിഫലം ഉണ്ടാവുന്നതും ആവാം. കാണുന്നതിനെ പറ്റിയല്ല, ഗ്രൗണ്ടുകളിൽ, പറമ്പുകളിൽ അത് കളിക്കുന്നതിനെ പറ്റിയാണ്. ഇസ്ലാം അനുവദിച്ച രൂപത്തിൽ, ഹലായ രൂപത്തിൽ, നിസ്കാരം കളാക്കാതെ, നഷ്ടപ്പെടുത്താതെ അതിൻ്റെ മാന്യത കീപ്പ് ചെയ്തുകൊണ്ടുള്ള കളികൾ, ഇതെല്ലാം ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്ന സംഗതിയാണ്. ഔറത്തെല്ലാം മറച്ചുകൊണ്ടുള്ള കളികളൊക്കെ. എന്നാൽ ചില ഇഷ്ടപ്പെട്ട താരങ്ങളുടെ കട്ടൗട്ടുകളാണ് ഇന്ന് പലരും സ്ഥാപിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ ശ്രദ്ധിക്കണം. ഫ്ലക്സുകൾ വെക്കുന്ന പറ്റിയല്ല നമ്മൾ പറയുന്നത്, കട്ടൗട്ടുകളാണ്, പ്രതിമകൾ. ഇത് എന്തായാലും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. നിഷിദ്ധമായ സംഗതിയാണ്, ഹറാമായ സംഗതിയാണ്, വിലക്കിയ സംഗതിയാണ്. അപ്പോൾ അത്തരം കട്ടൗട്ടുകൾ നിർമ്മിക്കുമ്പോൾ, അല്ലെങ്കിൽ അത്തരം പ്രതിമകൾ നിർമ്മിക്കുമ്പോൾ ശ്രദ്ധിക്കണം. നമ്മളൊക്കെ തൊട്ടാൽ, ഇങ്ങനെ തടവിയാൽ അത് കാണുന്ന രൂപത്തിലാണ്. ഒരു പ്രതിമയുടെ രൂപത്തിൽ തന്നെയാണ് അധിക കട്ടൗട്ടുകളുള്ളതൊക്കെ. ചില പറമ്പുകളിൽ, പാടങ്ങളിൽ, അതുപോലെ തന്നെ പുഴേൻ്റെ നടുവിലൊക്കെ ഇങ്ങനെ കട്ടൗട്ടുകൾ സ്ഥാപിക്കുമ്പോൾ അത് ഇസ്ലാം വിലക്കിയ സംഗതിയാണ്, ഹറാമായ സംഗതിയാണ്. ഒരു മനുഷ്യൻ്റെ രൂപമാണ്, ജീവനുള്ള ഒരു മനുഷ്യൻ്റെ രൂപമാണ് അത്തരം കട്ടൗട്ടുകളിൽ കാണുന്നത്. ഇത് ഇസ്ലാം വിലക്കിയ സംഗതിയാണ്, പാടില്ലാത്ത സംഗതിയാണ്. ഇത്തരം സംഗതികളെ ഇസ്ലാം നിരുത്സാഹപ്പെടുത്തിയതാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സംഗതിയാണ് ഇത്. ഇനി അതിന് വേണ്ടിയിട്ട് ആരെങ്കിലും പണം ചിലവഴിക്കുകയാണെങ്കിൽ അതും തെറ്റായ സംഗതിയാണ്. അതൊരു രൂപയാണെങ്കിലും എത്രയാണെങ്കിലും ഇത്തരം കട്ടൗട്ടുകളോ പ്രതിമകളൊക്കെ ഇസ്ലാം വിലക്കിയത് കൊണ്ട് ആ വിലക്കിയ കാര്യങ്ങൾക്ക് വേണ്ടി പണം ചിലവഴിക്കുക എന്നുള്ളത് ഹറാമായ സംഗതിയാണ്, പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട സംഗതികളല്ല. നമ്മൾ ശ്രദ്ധിക്കണം. ഇത്തരം കട്ടൗട്ടുകൾ നിർമ്മിക്കുമ്പോൾ അത് ഇസ്ലാം വിലക്കിയ സംഗതിയാണ്. ഹദീസിൽ തന്നെ കാണാൻ കഴിയും, ഇന്നൽ മുസവ്വിരീന അഷദ്ദുന്നാസി അദാബൻ യൗമൽ ഖിയാമ. ഇത്തരം കട്ടൗട്ടുകൾ നിർമ്മിക്കുന്ന ആളുകൾ ഖിയാമത്ത് നാളുകളിൽ ഏറ്റവും ശക്തം ശിക്ഷ അനുഭവിക്കപ്പെടുന്നവരാണ് എന്ന് ഹദീസിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇത്തരം പ്രതിമകൾ മനുഷ്യൻ്റെ രൂപത്തിലുള്ള ഈ മെസ്സിയുടെയോ നെയ്മറിൻ്റെയോ അല്ലേതെങ്കിലും മറ്റേതെങ്കിലും ഫുട്ബോൾ താരങ്ങളുടെയോ, ഈ ക്രിക്കറ്റാണെങ്കിലും അത്തരം താരങ്ങളുടെ കട്ടൗട്ടുകൾ, പ്രതിമകൾ സ്ഥാപിക്കുന്നത് അത് നല്ലതല്ല, ഇസ്ലാം വിലക്കിയ സംഗതിയാണ്. മാത്രവുമല്ല അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പണം ചെലവഴിക്കുക എന്നുള്ളതും ഇസ്ലാം വിലക്കിയ സംഗതിയാണ്, ഹറാമായ സംഗതിയാണ്. മനുഷ്യൻ്റേത് മാത്രമല്ല, മറ്റുള്ള ജീവികളുടേതാണെങ്കിലും, ജീവൻ ഉള്ള ഏതെങ്കിലും രൂപത്തിൻ്റേതാണെങ്കിലും, ഒരു ജീവിയുടേതാണെങ്കിലും ആ ജീവികളുടെ പ്രതിമകൾ, അതിൻ്റെ ബിംബങ്ങൾ, അതിൻ്റെ ശില്പങ്ങൾ, ഇത്തരം അത് രൂപകൽപ്പന ചെയ്യലും അത്തരം ബിംബങ്ങളെ അല്ലെങ്കിൽ അത്തരം രൂപങ്ങളെ വീട്ടിൽ വെക്കലും പാടില്ല എന്നുള്ളതാണ്. എന്നാൽ ചില കുട്ടികൾക്ക് അവരുടെ കളിപ്പാവകളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ചില കളിപ്പാവകളുണ്ട്. പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ചെറിയ കളിപ്പാവകൾ, ചെറിയ കുട്ടികൾ, ഇത് ഇസ്ലാം വിരോധിക്കുന്നില്ല. അത്തരം ചെറിയ കളിക്കോപ്പുകളായിട്ട് ഉപയോഗിക്കുന്ന ചില കളിപ്പാവകളുണ്ട്. അത് ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും, അനുവദനീയമാണ്. എങ്കിലും ഷോക്കേസുകളിൽ അത്തരം സംഗതി വെക്കാൻ വേണ്ടി ഷോക്കേസുകളിൽ പ്രതിമകൾ, ബിംബങ്ങൾ വെക്കുക, അല്ലെങ്കിൽ ഇത്തരം രൂപങ്ങൾ, ശില്പങ്ങൾ വെക്കുക എന്നുള്ളത് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. അത് ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അനുവദിക്കപ്പെടുന്ന സംഗതിയാണ്. നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ചെയ്യുക. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.